പുതിയൊരു വാഹനം നോക്കുമ്പോൾ നമുക്ക് 8 ലക്ഷത്തിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? IT ഒക്കെ എടുക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ഫുൾ ഓൺ ചെയ്തു. ഫുൾ ഓൺ ചെയ്യാം. ഒരു നോർമൽ കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. അപ്പൊ നല്ല സോണറ്റിന്റെ പ്രൈസിന് നമുക്ക് ഒരു കിടിലം ഏറ്റവും ടോപ്പിന്റെ വണ്ടി കൊണ്ടുപോകാന്നുള്ളതാണ് അല്ലെ. ഏകദേശം നമുക്ക് എത്ര വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് എന്ന ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. ഏകദേശം നമുക്ക് ഫുൾ ലോൺ ചെയ്യാം. ഫുൾ ലോൺ. അപ്പൊ 1 രൂപ പോലും വേണ്ട, വെറും 18,000 കിലോമീറ്റർ മാത്രം, വെറും 5.20. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ലോൺ ചെയ്തു. ഫുൾ ഓൺ ചെയ്യാം 5.20. അതും നമുക്ക് ഡിപ്പെൻഡബിളി ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള അടിപൊളി വാഹനം അല്ല. ഫുൾ ഓണിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ടോപ്പിന്റെ അതൊരു ബെസ്റ്റ് പ്രൈസിന് അല്ല. 10 ലക്ഷം റേഞ്ചിൽ ഒരു SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് അല്ലേ. നമുക്ക് ചെറുതായിട്ട് കുറക്കണ്ടാവില്ലേ? കുറച്ച് കൊടുക്കാം. ആളുകൾ വരട്ടെ, വീഡിയോ കണ്ടുവരുന്ന സ്പെഷ്യൽ റേറ്റ് ആണ്. സോ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? നമുക്ക് 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. ചെറുവാഹനം ഇറക്കുന്ന പോലെ ഡീസലില്, അതും മാനുവല്, വെറും 6,50,000 രൂപക്ക് 17 ZDA പ്ലസ് ഡീസലില് ഏറ്റവും ടോപ്പിന്റെ 6.50 നമുക്ക് ഫുൾ ഓണും ചെയ്യാം. അടുത്ത 4,25,000 രൂപ കൊടുക്കാം. 4,25 അതായത് ഒരു ചെറിയൊരു നമുക്കൊരു വാഗണറിന്റെ പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു 7 സീറ്റർ, അതും ഡീസൽ വണ്ടി മാരുതിന്റെ എർട്ടിക നമുക്ക് 4,40 4,25 കൊടുക്കാം. 4,25 4,4 ബെസ്റ്റ് പ്രൈസിന് 50 രൂപ നമുക്ക് 50 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക് ചെറിയൊരു ബഡ്ജറ്റ് നോക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആണ് അല്ലെ. നമുക്ക് 25 രൂപ ബാക്കി 25 രൂപ വണ്ടി ഇറക്കാം. ചെറിയ പൈസക്ക് 7 സീറ്റർ, അതും ചെറിയ പൈസ കൊണ്ടുപോട്ടെ അല്ലെ. സോ നമുക്ക് 30 കിലോമീറ്റർ മൈലേജ്, 30 കിലോമീറ്റർ ഓട്ടോമാറ്റിക്കലി മൈലേജ്, അതും CVT ഗിയർ ബോക്സിലാണ്. ഫുൾ ഓണും ചെയ്യാം. ഡീസൽ വണ്ടിയാണ്. ഫുൾ ഓണില് നല്ല കിടിലൻ SUV നോക്കുന്നവർക്ക് നല്ല കിടിലൻ കരിമ്പുലികൾ തോന്നും. മാഗ്നറ്റ് സബോമീറ്റർ SUV, അൽക്കസാർ 7 സീറ്റർ, ക്രെറ്റ ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അതേപോലെ സെൽട്ടോസ്. ഇനി ഒന്നുകൂടി സബോമീറ്റർ SUV ഒക്കെ നോക്കണേ, ലോ കിലോമീറ്റർ ഒക്കെ ഇടുക, നല്ല കിടിലൻ പഞ്ച് ഉണ്ട്. ഇനി അതേപോലെ ഓടി, അതേപോലെ നമുക്ക് ഒത്തിരി കളക്ഷൻസ്. ബ്രസ 7 സീറ്ററുകളായിട്ടുള്ള എർട്ടിക വരുന്നുണ്ട്, എർട്ടിക 2 വരുന്നുണ്ട്. ബ്രസ വീണ്ടും ഡീസൽ വണ്ടി വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ചെറുവാഹനങ്ങൾ നോക്കുന്നവർക്ക് നല്ല ബലേനോ, ന്യൂ മോഡൽ i20, ലിവ, പോളോ, അങ്ങനെ ഒത്തിരി കളക്ഷനൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഫുൾ ഓണും ചെറിയ ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറക്കാൻ പറ്റുന്ന ഒത്തിരി വാഹനങ്ങൾ നമ്മളെ സൂപ്പർ കാർസിൽ അവൈലബിൾ ആണ്. കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ഇർഷാദാണ്. സൂപ്പർ കാർസിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മഞ്ചേരി ഭാഗത്ത് നിന്ന് വരുമ്പോൾ മലപ്പുറം റോഡിൽ 2 കിലോമീറ്റർ മാറിയിട്ട് മുട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. യെസ്. അപ്പൊ നമുക്ക് ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫുൾ ഓണിലൊക്കെ വാഹനങ്ങൾ ഉണ്ടല്ലോ, ഫുൾ ഓണിൽ ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു കിടലം 7 സീറ്റർ വന്ന് തുടങ്ങിയാലോ. അൽക്കസാർ അല്ലേ, ഡീസൽ വണ്ടിയാണ്. അത് നമുക്ക് പൊതുവെ സൺറൂഫ് ഒക്കെ ഉള്ള പുതിയ വാഹനം ഇപ്പൊ വരുന്നില്ല. സോ ബ്ലാക്കില് 7 സീറ്റർ, സൺറൂഫ്, അങ്ങനെ ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന ഒരു കിടലം വണ്ടി. കഴക്കൂട്ട് രജിസ്ട്രേഷനിലെ 22. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 പ്ലാറ്റിനം ഓപ്ഷനില് ഡീസൽ ഓട്ടോമാറ്റിക് 60,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അപ്പൊ ഡീസലാണ്, ഓട്ടോമാറ്റിക്കും കൂടിയാണ് വാഹനം വരുന്നത്. അത് നമുക്ക് 7 സീറ്റർ ആണ് അല്ലെ. ഫുൾ ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ അല്ല. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. അപ്പൊ അതാണ് നമുക്ക് വെറും 60,000 കിലോമീറ്റർ മീറ്ററിൽ കാണിക്കുന്നത്. 60,000 കിലോമീറ്റർ ഇല്ല. അത് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്. എത്ര ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത്? 18 ലക്ഷം രൂപ. 18 ലക്ഷം രൂപ. പുതിയൊരു വാഹനത്തിന് എത്ര രൂപ ഉണ്ട്? 26 ലക്ഷം രൂപ. 26 ലക്ഷം രൂപ. ഏകദേശം നമുക്ക് പുതിയൊരു വാഹനം നോക്കുമ്പോൾ നമുക്ക് 8 ലക്ഷത്തിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? IT ഒക്കെ എടുക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ഫുൾ ഓൺ ചെയ്തു. ഫുൾ ഓൺ ചെയ്യാം. ഒരു നോർമൽ കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളും IT ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഫുൾ ഓൺ, അല്ലെങ്കിൽ ഒരു നോർമൽ ഏകദേശം നമുക്ക് ട്രാക്ക് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറങ്ങാം. ഇത് നമ്മൾ ഫുൾ ബ്ലാക്ക് ക്രെറ്റ, അതിന്റെ ഫേസിൽ ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് അൾട്ര ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് പനോരമിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനിൽ നല്ല അടിപൊളി നമ്പർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിടലം വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2020 SX ഓപ്ഷനുള്ള ഏറ്റവും ടോപ്പ് വേരിയന്റ്, സീറ്റ് വെന്റിലേഷന്, പനോരമിക് റൂഫ് ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് മാനുവൽ അല്ല, ഡീസൽ മാനുവലിൽ ഏറ്റവും ടോപ്പ് എൻഡ്. കിലോമീറ്റർ എത്രയായിരുന്നു? 94,000 കിലോമീറ്റർ ഫുൾ ഷോറൂം സർവീസ്. അപ്പൊ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന വാഹനം അല്ല. അതും ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല അല്ല. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 13 ലക്ഷം രൂപ കൊടുക്കാം. 13 ലക്ഷം രൂപ. അതായത് ഒരു സോണറ്റിന്റെ പ്രൈസിന് നമുക്ക് ഒരു കിടിലം ഏറ്റവും ടോപ്പിന്റെ വണ്ടി കൊണ്ടുപോകാന്നുള്ളതാണ് അല്ലെ. ഏകദേശം നമുക്ക് എത്ര വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് എന്ന ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റില്ല. അടുത്ത ഒരു സബോമീറ്റർ SUV ആവാം അല്ലെ. അതും ബ്ലാക്ക് തന്നെയാണ്, നിസാന്റെ മാഗ്നറ്റ്. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വാഹനമാണ്
ഈ ഒരു വാഹനം കൊണ്ട് മാത്രമാണ് ഇപ്പൊ നിസാൻ പിടിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു കമ്പനിന്റെ നമുക്ക് ഒരു ട്രസ്റ്റ് ഈ ഒരു വാഹനത്തിലുള്ള നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. അതും KL1 ട്രിവാൻഡ്രം രജിസ്ട്രേഷന്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2023 മോഡല് XV പ്രീമിയം ടർബോ മാനുവൽ ഏറ്റവും ടോപ്പ് എൻഡ്. ടർബോക്കാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് അല്ലെ. അപ്പൊ സാധാ എഞ്ചിനെക്കാട്ടി ഒന്നുകൂടി പെർഫോമൻസ് ഉണ്ടാവും, മൈലേജ് കാര്യങ്ങള് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. മാനുവൽ അല്ലേ വരുന്നത്? മാനുവൽ ആണ്. 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓ, പക്ക ലോ കിലോമീറ്റർ. വെറും 18,000 കിലോമീറ്റർ മാത്രം ഓടില്ല. ടർബോയില് മാനുവലില് ഏറ്റവും ടോപ്പ് എൻഡ് വരെ അല്ലെ. നമുക്ക് കിലോമീറ്റർ എത്രയായിരുന്നു? 18,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? 8,45,000. 8,45,000. ഒരു ഹാഷ് ബാക്കിന്റെ പ്രൈസിന് ഒരു സബോമീറ്റർ SUV ഏകദേശം നമുക്ക് ഫുൾ ലോൺ ചെയ്യാം. ഫുൾ ലോൺ. അപ്പൊ 1 രൂപ പോലും വേണ്ട, വെറും 18,000 കിലോമീറ്റർ മാത്രം. 12,80,000 ഓൺ റോഡ് വരെയുള്ള വണ്ടിയാണ്. നമുക്ക് 4 ലക്ഷം റുപ്യന്റെ അടുത്ത് മുകളിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതും ഫുൾ ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. പക്ക അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുള്ള വാഹനം അല്ലെ. ഇത് നമുക്ക് അതേ റേഞ്ചിൽ ഒന്നുകൂടെ ബോഡി വെയിറ്റും നമുക്ക് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് അടക്കം വരുന്ന ടാറ്റയുടെ പഞ്ച്, അത് KL43 രജിസ്ട്രേഷന്. എങ്ങനെയായിരുന്നു വാഹനം? 2022 പ്യൂർ എന്ന ഓപ്ഷൻ ആണ്. 77,000 കിലോമീറ്ററോടെ സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട്. 77 സിംഗിൾ ഓൺഷിപ്പ് അല്ലെ. ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ? പെട്രോൾ അല്ലെ. സോ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. ഹിസ്റ്ററി ഫുൾ അവൈലബിൾ അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി അല്ലേ. എത്രയായിരുന്നു നമുക്ക് ചോദ്യം? 5,20,000 കൊടുക്കും. 5,20,000 അല്ലെ. ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഈ കിഡ്ലം സബോമീറ്റർ SUV കൊണ്ടോ വെറും 5,20,000. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ലോൺ ചെയ്തു. ഫുൾ ഓൺ ചെയ്യാം. 5,20,000. അതും നമുക്ക് ഡിപ്പെൻഡബിളി ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള അടിപൊളി വാഹനം അല്ല. ഇത് നമുക്കൊരു കിയയുടെ സെൽറ്റോസ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 GTX പ്ലസ് ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ആയിട്ട്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് അല്ലേ. അതും നമുക്ക് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 77,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. അപ്പൊ നമുക്ക് സിംഗിൾ ഓണർഷിപ്പിൽ 75,000 കിലോമീറ്റർ, സൺറൂഫ്, സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്നുണ്ട്. ഡിസ്പ്ലേ എല്ലാം വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് ഉണ്ട്. ഏറ്റവും ടോപ്പ് ഉണ്ട്. ഇതിനപ്പുറം വേറൊരു ഓപ്ഷൻ ഇല്ല. അതും ഓട്ടോമാറ്റിക് വാഹനം. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 15,20,000. 15,20,000 ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ₹1-1.5 ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്തു. ഐടെക് അടക്കുന്ന ആളാണെങ്കിൽ ഫുൾ ലോൺ ചെയ്തു. ഐടെക് അടക്കുന്ന ആളാണ് നമുക്ക് ഫുൾ ലോണിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ടോപ്പിന്റെ അതൊരു ബെസ്റ്റ് പ്രൈസിന്. ഇത് നമുക്ക് വീണ്ടും ഒരു വൈറ്റ് ക്ലച്ച. അപ്പൊ ഇനി ബ്ലാക്ക് വേണ്ട, വൈറ്റ് വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ വൈറ്റും ഉണ്ട് അല്ലെ. അത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2020 മോഡല് 87,000 കിലോമീറ്ററോടെ ഈ വേരിയന്റ് ആണ് കേട്ടോ. ഡീസലാണ് E+. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. ടച്ച് സ്ക്രീന് കാര്യങ്ങള്, എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിയറിലാണ് AC വെന്റ് അടക്കം വരുന്ന ഒരു അടിപൊളി വാഹനം. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 87,000 കിലോമീറ്റർ. 87,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓൺഷിപ്പ്. എത്ര ചോദിക്കുന്നു നമ്മളിതിന്? നമുക്കിത് 10,70,000. 10,75 അതാണ് ഒരു 10 ലക്ഷം റേഞ്ചിൽ ഒരു SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് അല്ലേ. നമുക്ക് ചെറുതായിട്ട് കുറക്കാണ്ടാവില്ലേ? കുറച്ച് കൊടുക്കാം. ആളുകൾ വീഡിയോ കണ്ടുവരുന്ന സ്പെഷ്യൽ റേറ്റ് ആണ്. സോ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? നമുക്കിത് 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. ചെറുവാഹനം ഇറക്കുന്ന പോലെ ഡീസലില്, അതും മാനുവല് E+ നമുക്ക് ഒരു കിഡ്ലം പ്രൈസിനാണ് കൊണ്ടുപോകാം. ഇത് നമുക്കൊരു ബ്രസ്സ വരുന്നുണ്ട്. ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ, നമുക്ക് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്, ഡോൾ ടൂൺ ആണ്. മൈലേജ് 20 ഒക്കെ പ്രതീക്ഷിച്ചൂടാ? എന്തായാലും എങ്ങനെയായിരുന്നു മോഡല്? 2017 ZDI പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ വണ്ടി. നമുക്ക് മൈലേജും ഡെയിലി യൂസിന് പറ്റുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്, ക്രൂസ് കൺട്രോൾ അടക്കം വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,54,000 കിലോമീറ്റർ. കറക്റ്റ് ഷോറൂം സർവീസ് ഫുൾ അവൈലബിൾ ആണ്. മേജർ സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദിക്കും നമ്മളിതിന്? നമുക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് 6,00,000 രൂപ കൊടുക്കാം. 6,00,000 ലോണും ചെയ്യാം. അപ്പൊ അതാണ് നമുക്ക് വെറും 6,50,000 രൂപ. 17 ZDI പ്ലസ് ഡീസൽ ഏറ്റവും ടോപ്പ് എൻഡ് 6,50,000 നമുക്ക് ഫുൾ ലോണും ചെയ്യാം. അടുത്ത ഡീസൽ തന്നെ 7 സീറ്റർ വാഹനം നോക്കുന്നവർക്ക് മാരുതി സുസുക്കി എർട്ടിക വൈറ്റ്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 വണ്ടി, 1,29,000 കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 1,29 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാം. ഫാൻസി നമ്പർ ആണ്, പാലക്കാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് VDI ഓപ്ഷൻ വരുന്നത് AC പോസ്റ്ററിംഗ്, പവർ വിൻഡോസ്, 9 ഇഞ്ച് ടച്ച് സ്ക്രീന്, സെൻട്രൽ AC അടക്കം വരുന്ന വണ്ടിയാണ്. സോ നമുക്ക് എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്?
നമുക്ക് നെറ്റ് പ്രൈസ് 4,25,000 കൊടുക്കാം. 4,25,000 അല്ലേ? അതായത് ഒരു ചെറിയൊരു നമുക്ക് ഒരു വാഗണറിന്റെ പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു 7 സീറ്റർ, അതും ഡീസൽ വണ്ടി മാരുതിന്റെ എർട്ടിക നമുക്ക് 4,40, 4,25 കൊടുക്കാം. 4,25, 4,4 ബെസ്റ്റ് പ്രൈസിന് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? നല്ല നല്ല ട്രാക്കുള്ളതാണ് നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. ദെൻ വീണ്ടും ഡീസൽ ഒരു പ്രസ് തന്നെയാണ്. അത് നമുക്ക് എറണാകുളം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 18 മോഡൽ 19 രജിസ്ട്രേഷൻ, VDI ഓട്ടോമാറ്റിക്, 68,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ നമുക്ക് ഡീസലും വേണം, കംഫർട്ടിന് ഓട്ടോമാറ്റിക് വേണം എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. ഒരു 18 മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പൊ മൈലേജ് കിലോമീറ്റർ 68,000 കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 68,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. VDIയില് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. സോ മൈലേജ് ഉണ്ടാവും. ഡെയിലി യൂസിന് അത്യാവശ്യം ഫീച്ചേഴ്സും എല്ലാം വരുന്ന മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും? 7,75,000 നമുക്ക് 50 രൂപയിൽ വണ്ടി ഇറക്കും ചെയ്യാം. അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക് ചെറിയൊരു ബഡ്ജറ്റ് നോക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആണ് അല്ലെ? ഇതിൽ വീണ്ടും നമുക്കൊരു 7 സീറ്റർ എർട്ടിക തന്നെയാണ്. കൊല്ലം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 12 മോഡൽ ZDI 1,32,000 കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലെ? അതെ, ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു വാഹനമാണ്. ഇതൊക്കെ നോക്കി നല്ല കിടുവാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീന്. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് അല്ലെ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് അല്ല? ഹിസ്റ്ററി ഫുൾ അവൈലബിൾ അല്ല? അതെ. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? നമുക്കിത് 3,80,000 കൊടുക്കാം. 3,80. ചെറിയ ചെറിയ പ്രൈസിനാണ് ഡീസലില് നല്ല കിടലൻ 7 സീറ്റർ കൊടുക്കുന്നത്. 3,75 അല്ലേ? നമുക്ക് ഏകദേശം എത്ര വണ്ടി ഇറക്കാം? നമുക്ക് 25 രൂപ ബാക്കി 25 രൂപ വണ്ടി ഇറക്കാം. ചെറിയ പൈസക്ക് 7 സീറ്റർ, അതും ചെറിയ പൈസക്കാണ് കൊണ്ടുപോട്ടെ അല്ലെ? ന്യൂ മോഡല് ഒരു വാഗ്നർ, അതും നല്ല അടിപൊളി നമ്പറൊക്കെയാണ് വരുന്നത്, ഫാൻസി നമ്പറൊക്കെ വരുന്ന ഒരു വാഗ്നർ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2019 മോഡല് 1.2 VXI ഓട്ടോമാറ്റിക്, 1,03,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണർഷിപ്പ്, A to Z ഷോറൂം സർവീസ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ക്ലെയിം റീപ്ലേസ് ഒന്നുമില്ല. അതും നമുക്ക് ഓട്ടോമാറ്റിക് വാഹനമാണ്. ഫുൾ ഹിസ്റ്ററിക് അവൈലബിൾ ആണ്. അത് നമുക്ക് ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടി അല്ലേ? എത്ര ചോദിക്കും നമ്മൾ ഇതിന്? നമുക്ക് 4,70,000 4,75 മോഡൽ 1.2 ഓട്ടോമാറ്റിക്. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുള്ളും ഓൺ ചെയ്യാം. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതൊരു ബെസ്റ്റ് പ്രൈസിന് അല്ലേ? ഇത് നമുക്ക് മാരുതി സുസുക്കി ബലേന, അതും വൈറ്റ് ആണ്. നമുക്ക് നല്ല കിഡ്ലം വണ്ടി അല്ലേ? ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു ഇത്? ഡെൽറ്റ CVT ഓട്ടോമാറ്റിക്, പെട്രോൾ വിത്ത് CNG അടക്കം വരുന്നുണ്ട് അല്ലേ? സോ നമുക്ക് 30 കിലോമീറ്റർ മൈലേജ്, 30 കിലോമീറ്റർ ഓട്ടോമാറ്റിക്കലി മൈലേജ്, അതും CVT ഗിയർ ബോക്സിലാണ്. നമുക്ക് ലേഡീസിനൊക്കെ കംഫർട്ടാണ്. ഇല്ലോൾ അസിസ്റ്റന്റ് കാര്യങ്ങളെല്ലാം വരും. സോ കയറ്റത്തിൽ നിന്നാൽ ബാക്കോട്ട് ഇറങ്ങും എന്നുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട അല്ലെ? അത്രയും കംഫർട്ടായിട്ട് കൊണ്ടുവരാം. പ്ലസ് നമുക്ക് CNG കൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മൈലേജിന്റെ കാര്യത്തിലും യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നല്ല ഹൈ ക്വാളിറ്റി ഹിസ്റ്ററി, സീറോ ക്ലെയിം. അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 82,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. നമ്മുടെ തിരുവരങ്ങാട് രജിസ്ട്രേഷൻ ആണ്. സോ ഒരു ടെൻഷനും വേണ്ട. എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന്? 6,60,000. 6,60. ഏകദേശം എത്ര രൂപ? 50 രൂപ നമുക്ക് ബാക്കി 50 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. അപ്പൊ മൈലേജിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് അല്ല കിട്ടുന്ന ഓപ്ഷൻ. ന്യൂ മോഡൽ i20 എങ്ങനെയായിരുന്നു മോഡല്? 2022 സ്പോർട്സ്, 77,000 കിലോമീറ്ററോടെ ഡീസൽ. മൈലേജ് എത്ര കിട്ടും? മൈലേജ് നമുക്ക് 20ന്റെ മുകളിൽ കിട്ടും. 20ന്റെ മുകളിൽ കിട്ടുന്ന മൈലേജ്. അത് നല്ല സ്പേഷ്യസ് ആണ്. അല്ല കിഡ്ലം വണ്ടി നിങ്ങള് നല്ല കംഫർട്ടായിട്ട് കൊടുക്കാം. നമുക്ക് യാത്ര ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല സ്പേഷ്യസ് ആയ ഒരു വാഹനമാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും വരുന്നുണ്ട്. എത്ര ചോദിക്കും നമ്മൾ ഈ ഒരു വാഹനം? 8,45,000 കൊടുക്കും. 8,45 ഏകദേശം നമുക്ക് എത്ര ഫുൾ ഓണും ചെയ്യാം? ഡീസൽ വണ്ടിയാണ്. ഫുൾ ഓണില് ന്യൂ മോഡല് i20 ലോ കിലോമീറ്റർ ഇല്ല? ദെൻ എത്തിയോസ് ലീവ ഡുവൽ ടൂൺ ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 V ഓപ്ഷൻ, 37,000 കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അത് നമുക്ക് ഫുൾ ഹിസ്റ്ററിക്ക് അവൈലബിൾ. ഒറിജിനൽ കേരള. എത്ര ചോദിക്കുന്നത്? 5,90,000. 5,90 അല്ലേ? ഏകദേശം എത്ര വണ്ടി ഇറക്കാം? 50 രൂപ നമുക്ക് 50 രൂപ ഇറക്കാം. ഒറിജിനൽ കേരള എത്തിയോസ് ലീവ VXT V ആണ് അല്ലെ? ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ. ഇത് നമുക്ക് എല്ലാവരും അന്വേഷിക്കുന്ന വാഹനം, ചെക്കന്മാരെ വാഹനം, നമ്മളെ പോളോ അല്ലെ? അത് കിഡ്ലം കളറാണ്.
നമ്മുടെ തിരൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല്? 2018 മോഡല്, കംഫർട്ട് ലൈന്, 28,000 കിലോമീറ്ററോടെ 1.2 പെട്രോൾ എഞ്ചിൻ. 1.2. അപ്പൊ പെർഫോമൻസ് ഉണ്ടാവും. അത് നമുക്ക് സിംഗിൾ ഓണർ വണ്ടി തിരൂര് വണ്ടി, ലോ കിലോമീറ്റർ അല്ലേ? ഹിസ്റ്ററിക്ക് അവൈലബിൾ അല്ല? ഹിസ്റ്ററിക്ക് ഫുൾ അവൈലബിൾ. അത് 1.2 ആണ്. സോ നമുക്ക് നല്ല കിഡിലൻ വണ്ടി. എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന്? 5,60,000 രൂപ. 5,60,000. 5,60,000. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, ക്ലൈം ഇല്ലാത്ത വണ്ടിയല്ലേ? എത്ര റുപ്യ വണ്ടി ഇറക്കാം? നമുക്കൊരു 40 രൂപ 50 രൂപ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. 40 രൂപ 50 രൂപ എടുക്കാം. ഞാൻ അടുത്തൊരു പ്രീമിയം വെഹിക്കിളിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഓഡി ഏതായിരുന്നു? A4 ആണത്. ഓഡി A4 നല്ല കിഡിലൻ വണ്ടി. സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്ലീൻ പീസ് വാഹനം. കാലിക്കറ്റ് രജിസ്ട്രേഷൻ അല്ലേ? ഒറിജിനൽ കേരള വണ്ടി, കാലിക്കറ്റ് വണ്ടി കേട്ടോ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2011 മോഡല്, 1,03,000 കിലോമീറ്ററോടെ തേർഡ് ഓണർഷിപ്പ്. 1,03,000. അതും നമുക്ക് തേർഡ് ഓൺഷിപ്പ്. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള ഓഡി A4 കേട്ടോ. അല്ല കിഡിലൻ വണ്ടി, കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ്. എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന്? 9,25,000 രൂപ. 10 ലക്ഷത്തിന് താഴെ ഒരു പ്രീമിയം വണ്ടി, അതും ഒറിജിനൽ കേരള വണ്ടി. ഇത്രയൊക്കെ പക്കല്ല വണ്ടി. ഒറിജിനൽ കേരള ഒരു 10 ലക്ഷത്തിന് താഴെ നമുക്ക് നല്ലൊരു കിഡിലൻ വണ്ടി, അതും നമുക്ക് ഫുൾ മെയിൻ എല്ലാം പക്ക ഹിസ്റ്ററിയുള്ള വണ്ടി. ഇത് നമുക്ക് മൈലേജ് ഡെയിലി യൂസിനൊക്കെ നല്ലൊരു കിഡിലൻ വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഹോണ്ടയുടെ അമേസ്. ഡീസൽ അല്ല വണ്ടി വരുന്നത്? പെട്രോൾ ഓട്ടോമാറ്റിക്. CVT അല്ലേ? അപ്പൊ സോ കംഫർട്ട് ആയിരിക്കും, മെയിൻ്റെനൻസ് കുറവായിരിക്കും, അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം അല്ല? എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2016 മോഡൽ VX, ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക്, 49,000 കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. എത്ര ചോദിക്കുന്നു നമ്മൾ? 4,40,000 രൂപ. ചെറിയൊരു പൈസക്ക് ഒരു CVT ഓട്ടോമാറ്റിക് നമുക്ക് എത്ര വണ്ടി ഇറക്കാം? 40 രൂപ വണ്ടി ഇറക്കാം. ഹോണ്ടയുടെ ബ്രിയോ ഇത് ഏതായിരുന്നു മോഡല്? 2011-12 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്, വി ഓപ്ഷൻ. ഇത് നമുക്ക് 2,70,000 രൂപ. ചെറിയൊരു പൈസക്ക് നല്ലൊരു കിഡിലൻ വണ്ടി അല്ലേ? ദെൻ വീണ്ടും വാഗ്നർ. ഈ ഒരു മോഡലിന് ഇന്നും ആൾക്കാർ ഫാൻസ് കൂടുതലാണ് അല്ലെ? കാരണം നമുക്ക് പുതിയ മോഡലിനെക്കാട്ടും കൂടുതൽ ബോഡി വെയിറ്റ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കിട്ടും. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2016 VXi ഓട്ടോമാറ്റിക്, 1,03,000 കിലോമീറ്ററുടെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. എത്ര ഇത് നമുക്ക് 3,85,000 രൂപ കൊടുക്കും. 3,85 ഓട്ടോമാറ്റിക് ഫുൾ ലോഡ് വണ്ടി വാഗ്നർ കേട്ടോ. ഏകദേശം എത്ര വണ്ടി ഇറക്കാം? നമുക്കൊരു 40 രൂപ ഉണ്ടെങ്കിൽ ബാക്കി 40 രൂപ വണ്ടി ഇറക്കാം. ഓട്ടോമാറ്റിക് ആണ്, അതും ബെസ്റ്റ് പ്രൈസിന്. വീണ്ടും നമുക്ക് അതേ വാഗ്നറിന്റെ ഒരു കളർ ചേഞ്ച് വൈറ്റ് കേട്ടോ. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2018 VXi 87,000 കിലോമീറ്ററുടെ സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട്. അത് നമുക്ക് മാനുവൽ ആണ്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് അതുണ്ട്, മാനുവൽ വേണ്ടവർക്ക് മാനുവലും ഉണ്ട് അല്ലെ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇതിന്റെ? 87,000 കിലോമീറ്റർ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. എത്ര ചോദിക്കുന്നതിന്? ഇത് നമുക്ക് 4,10,000 രൂപ. 4,10. ഏകദേശം നമുക്ക് എത്ര വണ്ടി ഇറക്കാം? നമുക്ക് ഒരു 50 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ വണ്ടി ഇറക്കാം. അതും ലോ കിലോമീറ്റർ വണ്ടി. ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ. അതായത് നമുക്ക് എന്നും ക്രെറ്റയില് ഫാൻസ് കൂടുതൽ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ ആണ്. ഇതിന്റെ അത്ര ബോഡി വെയിറ്റ് പിന്നുള്ള വണ്ടിക്കൊന്നും വന്നിട്ടില്ല. മൈലേജും മെയിൻ്റെനൻസും അതും കുറവും നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2016 SX സെക്കൻഡ് ഓണർഷിപ്പ്, 1,55,000 കിലോമീറ്ററോടെ ഫുൾ ഷോറൂം സർവീസ് ഉള്ള വണ്ടി. അത്ര നമുക്ക് പക്ക 100% ഗ്യാരണ്ടി പറയാം. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? നമുക്കിത് നെറ്റ് പ്രൈസ് ആയിട്ട് 6,90,000 രൂപയ്ക്ക് നെറ്റ് ആയിട്ട് കൊടുക്കാം. ക്രെറ്റയാണ്, ഡീസൽ വണ്ടിയാണ്. 6,90 അല്ലേ? ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 6 ലക്ഷം രൂപ വരെ ലോൺ ചെയ്തു. അപ്പൊ 40 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡീസൽ വണ്ടി ഇറക്കാം. അതും നമുക്ക് 6,90 അല്ലേ? ബെസ്റ്റ് പ്രൈസ് ആണ്, നെറ്റ് പ്രൈസ് ആണ്. ഇതിന് കുറയാനല്ലേ? ഞാൻ ഒരു സെക്കൻഡ് ജനറേഷൻ ഡുവൽ ടൂണ് വൈറ്റ്. ഇത് 1.4 മൈലേജ് കൂടിയ. മറ്റേ 1.6 ആണ്, ഇത് 1.4 ആണ്. ഇത് 2 എഞ്ചിൻ ഇതുണ്ട്. ഇതിന് നമുക്ക് മൈലേജ് ഒന്നുകൂടി കൂടുതലായിരിക്കും. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2018 മോഡല്, 1,03,000 കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഇത് നമുക്ക് 8,70,000 രൂപ കൊടുക്കും. 8,70 മോഡല്. നമുക്ക് ഏകദേശം എത്ര വണ്ടി ഇറക്കാം? ഒരു 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്തോ. അപ്പൊ നമ്മൾ 50 രൂപ 1.4 50,000 രൂപക്ക് ഇറക്കാൻ പറ്റുന്ന ഡീസൽ കറക്റ്റ്. ഇത് നമുക്ക് ക്രിസ്റ്റ്യൻ 2 വരുന്നുണ്ട്, ഒരു വൈറ്റും ഒരു മുന്തിരി കളറും. വൈറ്റ് ഇതെങ്ങനെയായിരുന്നു മോഡല്? 2017 മോഡല്, G4 മാനുവൽ ആണ്, ന്യൂ ഷേപ്പ് കൺവേർട്ട് ചെയ്താണ്. ഇത് നമുക്ക് നമ്പർ ഇവിടെ കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് 13,20,000 രൂപ കൊടുക്കാം. 13,20 നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് കേട്ടോ. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഒരു 10-11 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. ഒരു 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അതിന്റെ ഒരു കിടലം മറ്റൊരു കളർ അല്ലേ? ക്രിസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന ഒരു കളർ തന്നെയാണ് അല്ലേ? ഇത്
2018 G4 ഓട്ടോമാറ്റിക് ആണ്. 87,000 കിലോമീറ്റർ കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അതെ, G4 ആണ് അല്ലേ? എത്ര ചോദിക്കുന്നത് നമ്മള്? നമുക്ക് 14.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് NOC കൊടുക്കാം. 14 ലക്ഷം ആരെ വരുന്ന പോലെ പേർക്ക് NOC എടുത്തിട്ടുണ്ട്. 14 ലക്ഷം രൂപക്ക് സിംഗിൾ ഓണർ, ഫുള്ള് ഷോറൂം സർവീസ്. അപ്പൊ 18 മോഡല് അതെ, G4 ഓട്ടോമാറ്റിക് NOC നമ്മൾ കിടിലം പ്രൈസ്. ഫ്രണ്ട്സ്, നമ്മളിന്ന് സൂപ്പർ കാസിലായിരുന്നു. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ്. അപ്പോൾ ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഫുൾ ഓണിലും നല്ല ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ ലോ കിലോമീറ്റർ വാഹനങ്ങൾ ഒത്തിരി ഇവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങളെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ്. അപ്പോൾ നമുക്ക് കിടിലം കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ മഞ്ചേരിയാണ്. നമ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. സോ ധൈര്യമായിട്ട് എടുക്കാം. ഞാൻ അടക്കപ്പെടുന്ന വണ്ടി എടുത്തോളൂ അല്ലേ? അപ്പോൾ നമുക്ക് താഴെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കൂടെ ഡീറ്റെയിൽസ് കണ്ട് ഇർഷാദായിരുന്നു. പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഇർഷാദ് സൈനിങ്.